ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ. ഭാഗം 25. അമൃത പേടിച്ചു വിറച്ചായിരുന്നു അവന്റെ മുന്നിൽ നിന്നത്. എന്ത് മറുപടി പറഞ്ഞാലാണ് അവനെ സമാധാനിപ്പിക്കാൻ കഴിയാന്ന് അവൾക്കറിയില്ലായിരുന്നു. അവന്റെ മുഖം കൂടുതൽ പരുഷമാവുന്നത് അവൾ നോക്കി നിന്നു. സത്യം പറഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? അവന്റെ ദേഷ്യം കൂടി വന്നു. അവൾ അപ്പോഴും മൗനം തുടർന്നു. നീ ആ നെക്ലേസ് എപ്പോഴും ഇട്ട് നടക്കുന്നതായിരുന്നല്ലോ. ഹാർട്ട് ഓഫ് ദി സീ എവിടെ അമൃത? നീ എവിടെയെങ്കിലും മറന്നു വെച്ചതാണോ? അവൻ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അവളൊരു ദീർഘനിശ്വാസം വിട്ട് അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഞാനത് പണയം വെച്ചു. ശ്രീദേവിന്റെ കണ്ണുകൾ അവിശ്വാസത്തോടെ വിടർന്നു. അവൻ അവളുടെ കയ്യിലുള്ള പിടുത്തം മുറുക്കി. അവളത് ശരിക്കും പണയം വെച്ച് കാണുമോ? അവൾക്കതിന് സാധിക്കോ? അതോ എന്നെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാകുമോ? അവന്റെ മനസ്സിലൂടെ ഇങ്ങനെ 1000 ചിന്തകൾ കടന്നുപോയി. ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളും. നീ അത് പണയം വെച്ചോ അമൃത? സത്യം പറയേ. നീ എന്നെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നിന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കില്ലെന്ന് എനിക്കറിയാം. പറ, എവിടെയാ മറന്നു വെച്ചത്? താൻ സത്യം പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത അവനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കുന്നോർത്ത് അവൾക്ക് അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി. അതെ ശ്രീദേവ്, ഞാനത് പണയം വെച്ചിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ അവൾ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ നിന്നു. വേണ്ട, ഇനി ഒന്നും പറയണ്ട. 50,000 രൂപയ്ക്ക് വേണ്ടി നീ അത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അവന്റെ ശബ്ദം അവൻ പോലും അറിയാതെ ഉയർന്നുകൊണ്ടിരുന്നു. വെറും 50,000 രൂപയ്ക്ക് വേണ്ടി പണയം വെക്കാൻ മാത്രം ചെറുതായിരുന്നോ നിനക്കത്? ഞാനത് അറിഞ്ഞില്ല. അവൻ ദേഷ്യത്തിലും സങ്കടത്തിലും ഉലഞ്ഞതുപോലെ ചോദിച്ചു. അത് പിന്നെ 50,000 രൂപ എനിക്ക് അത്രയ്ക്ക് ചെറിയ എമൗണ്ട് അല്ല ശ്രീദേവ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൾ വാക്കുകൾ ഇടറി നിന്നു. നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നോ പണം? അതോ ആ മാലയ്ക്ക് നിന്റെ മനസ്സിലുള്ള വില വെറും 50,000 രൂപയായിരുന്നോ? അവൻ അലർന്നതുപോലെ ചോദിച്ചു. ആ ശ്രീദേവ്, എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. നീ വിചാരിക്കുന്നത് പോലെ മാലയ്ക്ക് വിലയിടാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അവൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അപ്പൊ നിന്റെ അത്യാവശ്യം നമ്മുടെ നെക്ലേസിനേക്കാളും വലുതായിരുന്നു. അതെനിക്ക് വിശ്വസിക്കാമല്ലോ. അതിലിനി വേറെ തർക്കങ്ങളൊന്നും ഇല്ലല്ലോ. അവൻ വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ശ്രീദേവ്, നീ എന്നെ സമാധാനമായി ഒന്ന് കേൾക്കാമോ? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അപ്പോഴത്തെ അത്യാവശ്യം എനിക്ക് മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. പിന്നെ ഞാനത് വിറ്റിട്ടൊന്നുമില്ല, പണയം വെച്ചോന്നേയുള്ളൂ. എനിക്ക് അത് തിരിച്ചെടുക്കാനാവും. അവള് സമാധാനത്തോടു കൂടെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനാണെങ്കിൽ ഒന്നും കേൾക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അവന്റെ ഭാവം പെട്ടെന്ന് മാറി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. നീ ഇത്രയ്ക്ക് വലിയ നടിയായിരുന്നല്ലേ അമൃത? സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ വാക്കുമാറ്റുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അവൻ അവളുടെ കൈകൾ വിട്ടു. പക്ഷേ അവന്റെ പരിഹാസത്തിനോട് അവൾ പ്രതികരിച്ചില്ല. അമൃതേ, എന്നാലും നീ ഒരു സംഭവം തന്നെയാണ്. ആ നെക്ലേസ് എന്റെ ജീവന്റെ ജീവനാണ്. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെനിക്ക് തിരിച്ചു തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നീ എന്റെ മുന്നിൽ കെഞ്ചിയിട്ടില്ലേ അമൃത? ആ മാലയ്ക്ക് വേണ്ടിയല്ലേ നീ അന്ന് നിന്റെ ജീവൻ പോലും കളഞ്ഞ് ആ തടാകത്തിലേക്ക് എടുത്തു ചാടിയത്? ആ അമൃത തന്നെയാണോ ഇവിടെ നിൽക്കുന്നത്? അതോ അന്ന് ആ കാണിച്ചതെല്ലാം കള്ളമായിരുന്നോ? ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? നീ തന്നെ പറഞ്ഞതാ. അവൻ നിർത്താതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശ്രീദേവ്, ഒന്ന് നിർത്താമോ? ഞാനത് വിറ്റതൊന്നും അല്ല, പണയം വെച്ചതാണ്. അതും അത്രയ്ക്ക് അത്യാവശ്യം വന്നതുകൊണ്ട് മാത്രം. നിനക്കെന്താ അത് മനസ്സിലാകാത്തത്? 1 മാസം കഴിഞ്ഞാൽ ഞാനത് തിരിച്ചെടുത്തിരിക്കും. അവൾ ശബ്ദം അല്പം കനപ്പിച്ചു പറഞ്ഞു. തിരിച്ചെടുക്കുന്നോ? എന്തിന്? ഒരു പണയ ഉരുപ്പിടിയായിട്ടാണ് നീ ഇത്രയും നാളത് കഴുത്തിൽ തൂക്കിയിട്ട് നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതറിഞ്ഞതുകൊണ്ടുള്ള ഷോക്കാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഐ ആം ഓക്കെ എന്നവൻ ഓക്കെ ആണെന്നുള്ള മട്ടിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ശ്രീദേവ്, പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. അവൾ കെഞ്ചി. നീ അത് എവിടെയാ കൊണ്ടുപോയി കൊടുത്തത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഇടപ്പള്ളിയിലുള്ള ഒരു നിധി ആന്റിക്സ്. അവൾ മടിച്ചാ മറുപടി പറഞ്ഞത്. ഓക്കെ, ഗെറ്റ് ഔട്ട് ഫ്രം മൈ റൂം. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അവളെ ഇറക്കി വിടാൻ തുടങ്ങി. ദേവ്, ഇത്രയും കൊല്ലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാനത് പണയം വെച്ചിട്ടില്ല. അതിന്റെ ശരിക്കുള്ള വില പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ എന്റെ അന്നത്തെ സിറ്റുവേഷൻ അതായതുകൊണ്ടാണ്. എനിക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അവൾ സ്വയം വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അമൃതേ, മതിയാക്ക്. നിനക്കെന്തോ വലിയ അത്യാവശ്യം വന്നപ്പോ എടുത്തു വിൽക്കാനുള്ള അല്ല, പണയം വെക്കാനുള്ള ഒരു സാധനം. അത്രേ ഉള്ളൂ ആ മാല. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നീ തന്നെയാ ഇത് ഇത്രയും വലുതാക്കിയത്. നിന്റെ എന്തോ വലിയ നിധിയാണെന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിച്ചത് നീ തന്നെയാണ്. അവൾ പറയും, അതെ, വലിയ ആവശ്യം വന്നു, അതുകൊണ്ട് തന്നെയാ പണയം വെച്ചത്. ഞാൻ നിന്റെ അടുത്തേക്കല്ല ആദ്യം വന്നത്. നീ പൈസ തന്നു എനിക്ക്. നീ അപമാനിച്ച് ഇറക്കി വിട്ടില്ലേ എന്നെ? അവള് സങ്കടം വന്ന് കരഞ്ഞുപോയി.
അതെ, നിന്നെപ്പോലെ ഒരുത്തിക്ക് പൈസ ചോദിക്കുമ്പോഴൊക്കെ എടുത്തു കൊടുക്കാൻ മാത്രം ഞാൻ മണ്ടനൊന്നുമല്ല. ഇപ്പൊ കണ്ടില്ലേ, മാലയ്ക്ക് വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ അതേ ആള് തന്നെയാണ് ഒരു കൂസലും ഇല്ലാതെ അത് പണയം വെച്ചെന്ന് പറയുന്നത്. ഞാൻ ഇതിൽ ഏത് വിശ്വസിക്കണം? അവൻ ചോദിച്ചു. നീ ഒന്നും വിശ്വസിക്കണ്ട പോരെ, അവൾ അമർഷവും സങ്കടവും അടക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, വിശ്വസിക്കുന്നില്ല. നിനക്ക് പുറത്തു പറയാൻ പറ്റാത്ത എന്തോ അത്യാവശ്യത്തിനാണല്ലോ അതെടുത്ത് പണയം വെച്ച് പൈസ വാങ്ങിച്ചത്. അതുകൊണ്ട് എന്തായാലും നിന്നെ വിശ്വസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ കൈമലർത്തി. നിന്നെ വിശ്വസിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പോകുന്നു. അവൾ അവിടെ നിന്നും ഇറങ്ങാനായി തിരിഞ്ഞു. അവൾ നടക്കുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു. അവന്റെ കാലിന് താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. അവരുടെ ബന്ധത്തിന്റെ തന്നെ സിമ്പിളായിട്ടാണ് അവൻ ആ മാലയെ കരുതിയിരുന്നത്. അതെടുത്ത് അവള് പണയം വെച്ചു എന്ന് കേട്ടപ്പോഴേ അവന്റെ സകല നിയന്ത്രണവും പോയതുപോലെ തോന്നി. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ഇടപ്പള്ളിയിലേക്കാ പോയത്. നിധി ആന്റിക് ഷോപ്പ് കണ്ടുപിടിച്ച് കാര്യം തിരക്കി. ഇവിടെ ഒരു ഡയമണ്ട് നെക്ലേസ് പണയം വെക്കാൻ കിട്ടിയിരുന്നില്ലേ? ഏത് നെക്ലേസ് ആണ് സർ? അയാൾ സംശയത്തോടെ അന്വേഷിച്ചു. ഹാർട്ട് ഓഫ് ദ സീ. അവൻ പറഞ്ഞു. അതോ, അത് ഇവിടുന്ന് വിറ്റുപോയല്ലോ. അയാൾ ഒരു കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞു. ഉറപ്പാണോ? അവൻ വീണ്ടും തിരക്കി. യെസ് സർ. അയാൾ പറഞ്ഞു. ശരി, എങ്കിൽ ആർക്കാണത് വിറ്റതെന്ന് പറയാമോ? അവൻ അന്വേഷിച്ചു. അപ്പൊ അയാൾ പറയും, സോറി സർ, അത് കോൺഫിഡൻഷ്യൽ ആണ്. അയാൾ പറ്റില്ലെന്ന് തലയാട്ടി. ശ്രീദേവ് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തിരിഞ്ഞു നടന്നു. ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നിധിയായിരുന്നു അതെന്ന് അവന് തോന്നി. അവളുടെ കഴുത്തിൽ എപ്പോഴും അത് കാണുമ്പോൾ ഇല്ലാതിരുന്ന എന്തോ ഒരു നോവ് അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവൻ അനുഭവപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പാർവതി അമൃതയെ കാണാൻ വിളിച്ചിരുന്നു. ശ്രീദേവിന്റെ പുതിയ വീടിന്റെ കുറച്ച് പ്ലാൻസ് കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവളെ വിളിപ്പിച്ചത്. അമൃതയാണെങ്കിൽ അവള് പറഞ്ഞ എല്ലാ മാറ്റങ്ങളും വരുത്തി പുതിയ പ്ലാനുമായിട്ടാ അവളെ കാണാൻ ചെന്നത്. കലൂരിലുള്ള വലിയൊരു റെസ്റ്റോറന്റിലേക്കാണ് അവൾ അമൃതയെ വിളിച്ചത്. പറഞ്ഞതിനേക്കാളും കുറച്ച് വൈകിട്ടാ അമൃതയ്ക്ക് അങ്ങോട്ട് എത്താനായത്. ഐ എം സോ സോറി പാർവതി, വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. പാർവതി കുറെ നേരമായോ എത്തിയിട്ട്? അവള് ക്ഷമാപണത്തോടെ ചോദിച്ചു. കുറച്ചു നേരമായി. ഇറ്റ്സ് ഓക്കെ അമൃത, ഇനി നമുക്ക് അമൃതയുടെ ഓഫീസിന്റെ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. അവൾ പരിഭവം ഒന്നും ഇല്ലെന്നുള്ള മട്ടിൽ പറഞ്ഞു. സന്തോഷം. അവളുടെ ആദ്യത്തെ മര്യാദയില് അമൃത വളരെ സന്തോഷവതിയായിരുന്നു. എന്താ കുടിക്കാൻ വേണ്ടത്? പാർവതി ചിരിച്ചുകൊണ്ട് അന്വേഷിച്ചു. കോഫി മതി. പാർവതി ഓക്കെ. വെയിറ്റർ വിളിച്ച് 2 ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തു. കോഫി വരുന്നതിന് മുന്നേ തന്നെ ബ്ലൂ പ്രിന്റ്സ് എല്ലാം അമൃത അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ലേറ്റസ്റ്റ് ബ്ലൂ പ്രിന്റ്. ഇതിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് ചെയ്തുതരാം. അമൃത, നിങ്ങളുടെ ഡിസൈൻസ് വളരെ നല്ലതാണ്. എനിക്കിതിലൊന്നും ഒരു എററും കണ്ടെത്താൻ കഴിയുന്നില്ല. പാർവതി അവളെ അഭിനന്ദിച്ചു. ഇതിലെ എന്റെ കൊളീഗ്സിന്റെ കൂടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവൾ പറഞ്ഞു. ഹേയ്, അത്രയ്ക്ക് വിനയൊന്നും വേണ്ട അമൃത, യു ആർ റിയലി ഗുഡ്. മുന്നിലുണ്ടായിരുന്ന മുടി പുറത്തേക്കിട്ട് കഴുത്ത് കുറച്ച് ഇറക്കിയിട്ടു. അപ്പോഴാണ് അമൃത അവളുടെ കഴുത്തിലുള്ള മാല ശ്രദ്ധിച്ചത്. റെസ്റ്റോറന്റിലെ ജനലിലൂടെ വന്ന് വീഴുന്ന സൂര്യപ്രകാശം അവളുടെ ലോക്കറ്റിൽ തട്ടി നീല വെളിച്ചം ചുറ്റും വിതറുന്നതുപോലെ തോന്നി. അമൃത തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതിരുന്നു. പാർവതി, ഈ നെക്ലേസ്? അവൾക്ക് അവളുടെ വാക്കുകളെ പൂർത്തിയാക്കാനായില്ല. ഹോ, ഈ ഹാർട്ട് ഓഫ് ദ സീ ആണോ? അവൾ വളരെ നാടകീയമായി ചോദിച്ചു. അവൾ സ്വയം സൃഷ്ടിച്ചൊരു സാഹചര്യം കൂടി ആയിരുന്നെങ്കിലും അവൾ പരമാവധി കൃത്രിമപരമായിട്ടാണ് സംസാരിച്ചത്. ഇത് അതേ നെക്ലേസ് തന്നെയല്ലേ? അമൃത സംശയത്തോടെ ചോദിച്ചു. ഇത് അത് തന്നെയാണ് അമൃത. എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ? അവൾ ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞു. പാർവതിക്ക് ഇത് എവിടുന്ന് കിട്ടി? അവള് സങ്കോചത്തോടെ അന്വേഷിച്ചു. ഓഹോ, അതല്ലേ തമാശ. ഇത് ശ്രീദേവിന്റെ ഗിഫ്റ്റ് ആണ്. അവൻ എപ്പോഴും ഇങ്ങനെയാ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കൊണ്ടുതന്ന് നമ്മളെ സർപ്രൈസ് ആക്കും. പാർവതി നുണ പറയാണെന്നുള്ള ഒരു ഭാവമാറ്റവും ഇല്ലാതെ പറഞ്ഞു. ശ്രീദേവോ? അമൃതയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പാർവതി പറയുന്നത് സത്യമാണോ എന്ന് പോലും അവൾ സംശയിച്ചു. വീണ്ടും ഇതെങ്ങനെ ശ്രീദേവിന്റെ കയ്യിലെത്തി എന്നുള്ളത് അവളെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അവനിത് ഏതോ ആന്റിക് ഷോപ്പ് നിന്ന് കിട്ടിയതാണെന്നാ പറഞ്ഞത്. അവൾ ഒന്ന് നിർത്തി ആലോചിക്കുന്നത് പോലെ അഭിനയം തുടർന്നു. അവിടെ ആരോ പണയം വെക്കാൻ കൊണ്ടുവന്നതാണത്രേ. അവൻ ഇത് കണ്ടപ്പോ അങ്ങ് വാങ്ങിച്ചു. ഏത് ഷോപ്പ് എന്നാണെന്ന് അറിയാമോ? അമൃത ആകെ വല്ലായ്മയോടെ അന്വേഷിച്ചു. അത് ഇടപ്പള്ളിയിലെ എന്താ നിധി, അങ്ങനെ എന്തോ ആണ് പേര്. പാർവതി ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പറഞ്ഞു. അമൃത കേട്ടപാടെ അവിടെ നിന്ന് ധൃതിയിൽ പോവാൻ തുടങ്ങി. അവൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ പാർവതി ചോദിച്ചു. അമൃത, പോവാനിറങ്ങാണോ? അതെ, പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പാർവതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നാളെ വന്ന് കണ്ടോളാം. ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അമൃത പാർവതിയുടെ മുഖത്ത് പോലും നോക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ക്യാബ് ബുക്ക് ചെയ്ത് ഇടപ്പള്ളിയിലേക്ക് തിരിച്ചു. നേരെ നിധി ആന്റിക് ഷോപ്പിലേക്കാ അവൾ പോയത്. ഹായ്, ഞാൻ കൊണ്ടുതന്ന മാല എവിടെ? അവിടെ എത്തിയ പാടെ അമൃത അന്വേഷിച്ചു. ഹായ് മാഡം, ഇരിക്കൂ. അയാൾ അമൃതയ്ക്ക് കസേര ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു. എവിടെ? എന്റെ മാല എവിടെയെന്നാ ചോദിച്ചത്. അവള് ശ്വാസം മുട്ടി പിടയുന്ന പോലെയാ അവിടേക്ക് ഓടിച്ചെന്നത്. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകെ വയ്യാത്തതുപോലെ തോന്നല്ലോ. അയാൾ ചോദിച്ചു. താൻ ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. ആ മാല എവിടെ?
അവള് വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. മാഡം, അതിന് 1 മാസം ആയില്ലല്ലോ, എന്താ ഇപ്പൊ തന്നെ വന്ന് അന്വേഷിക്കുന്നത്? അയാൾ ഓരോന്ന് ചോദിച്ച് ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്നു. 1 മാസം ആയില്ലെങ്കിൽ എന്താ, താൻ ആ മാല കാണിക്കേ, എന്റെ സാധനല്ലേ ഞാൻ ചോദിക്കുന്നത്? അവൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ചോദിച്ചു. അത് പിന്നെ മാഡം, അത് ഇവിടുന്ന് ഒരാള് വാങ്ങിച്ചോണ്ട് പോയി. അയാൾ വിക്കി കാര്യങ്ങൾ പറഞ്ഞു. മേടിച്ചോണ്ട് പോവാന്ന് വെച്ചാ? അവൾ ഉറപ്പുവരുത്താനായി ചോദിച്ചു. ഒരാൾക്ക് ഞാനത് വിറ്റു. മാഡത്തിന് 1 ലക്ഷം രൂപ ഞാൻ തന്നോളാം. അങ്ങനെയാണല്ലോ നമ്മുടെ കരാർ. അയാൾ അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പൈസ അല്ല വേണ്ടത്. 1 മാസം കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടല്ലേടോ ഞാനത് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്. എന്നിട്ട് താൻ ഇത് വൃത്തികേടാടോ ചെയ്തത്? അവള് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ഉച്ചത്തിൽ ചോദിച്ചു. മാഡം, അതെന്താന്ന് വെച്ചാ അവര് വന്ന് ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവര് അത്രയ്ക്കൊക്കെ പിടിപാടുള്ള ആൾക്കാരായിരുന്നു. അയാൾ ലെവലേശം കുറ്റബോധം ഇല്ലാതെ പറഞ്ഞു. ആര്? അവൾ ഒന്നും അറിയാത്തതുപോലെ അയാളോട് ചോദിച്ചു. അതൊരു ഡോക്ടറായിരുന്നോ? പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ മാഡം. അയാൾ നുണ പറയുന്നതിന്റെ ജാള്യത മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ വായന്ന് അത് നേരിട്ട് കേട്ടപ്പോൾ അവൾക്ക് താൻ കുഴഞ്ഞു വീണു പോകുന്നവരെ തോന്നി. പാർവതി പറഞ്ഞതെല്ലാം നുണയാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ അവൾ അവിടം വരെ എത്തിയത്. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ പൊട്ടി കരഞ്ഞു. നിങ്ങൾ എന്നെ പറ്റിച്ചു. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതല്ലേ അതാർക്കും കൊടുക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു. മാഡം, അങ്ങനെയല്ല മാഡം. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അയാൾ വല്ലാണ്ടായി. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നിറങ്ങി. ഈ ലോകം മുഴുവൻ അവളോട് നന്ദികേട് കാണിച്ചതുപോലെ അവൾക്ക് തോന്നി. എല്ലാവരും അവളെ ചതിക്കുന്നത് പോലെ, ആരെയും അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. അങ്ങനെ നമ്മുടെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണേ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ദിവസം 2 ഭാഗം ഇടണം എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ കാരണം അതിന് സാധ്യമായില്ല. അപ്പൊ അതിന് ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. താങ്ക്